ഫ്ലിപ്സ് ആൻഡ് സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ അധികം ആളുകളുടെയും വാട്സപ്പ് ബാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്സപ്പ് ബാനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അൺബാനാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മൾ നേരെ ഗൂഗിളിൽ പോയി കോൺടാക്റ്റ് വാട്സപ്പ് സപ്പോർട്ട് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ മുകളിൽ ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ആ ഇൻ്റർഫേസിൽ ഇവിടെ നമ്മളുടെ ഫോൺ നമ്പർ, രാജ്യത്തിൻ്റെ കോഡ്, ശേഷം നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ കൊടുത്ത ഇമെയിൽ, അത് ഇമെയിലിൻ്റെ വെരിഫിക്കേഷൻ ഒന്നുകൂടി കൺഫേം ചെയ്യാം. പിന്നെ നമ്മൾ ഏതിലാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ്രോയിഡ് ആണെങ്കിൽ അത്, ഐഫോൺ ആണെങ്കിൽ അത്, വെബ് ആൻഡ് ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അത്, iOS ആണെങ്കിൽ അത്, അതറാണെങ്കിൽ അത്. എന്നിട്ട് നമ്മളിവിടെ ടെക്സ്റ്റ് എഴുതണം, എന്താണ് നമ്മൾ പ്രശ്നം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി അതൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ പേര് വാട്സപ്പ് അൺബാൻ എന്നുള്ളതാണ്. അതെടുത്ത് വാട്സപ്പ് അൺബാനിൽ ആപ്ലിക്കേഷൻ എടുത്ത് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. നമ്മളുടെ ഫോൺ നമ്പർ അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് റിപ്പോർട്ട് വരും. അപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ കോപ്പി ചെയ്യാൻ പറ്റും. ആ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കൊടുക്കുന്ന ടെക്സ്റ്റിൽ അത് വെക്കുക. ഇവിടെ ഇമെയിൽ ID എന്നും കൂടി എഴുതുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് സെൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ യുവർ ക്വസ്റ്റ്യൻ ഹാസ് ബീൻ സെൻഡ് എന്ന് കാണാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം 2-3 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും നമ്മളുടെ വാട്സപ്പ് അൺബാൻ ആവുന്നതാണ്. ഇത്രയും സിമ്പിളായ കാര്യമാണ് വാട്സപ്പ് അൺബാൻ ആക്കുക. അപ്പോൾ പരമാവധി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള പല ട്രിക്കുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ. നിലവിൽ നമ്മുടെ വാട്സപ്പിൻ്റെ അവസ്ഥ ഇതാണ്. എന്നാൽ ഉപയോക്താവിന് നിലവിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളുടെ വാണിജ്യ നയം ഇത് ലംഘിക്കുന്നു. ഇതാണ് നമ്മൾ ഇനി ഇമെയിൽ അയച്ചിട്ട് നേരാക്കാൻ പോകുന്നത്. സെയിം നമ്പർ നമ്മൾ ഞാൻ നേരത്തെ വാട്സപ്പ് ബിസിനസ്സിലാണ് തുറന്നിരുന്നത്. ഇത് വാട്സപ്പിൽ തുറന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണുള്ളത്. ഈ അക്കൗണ്ടിന് വാട്സപ്പ് ഉപയോഗിക്കാൻ അനുവാദമില്ല. ചാറ്റുകൾ ഇപ്പോഴും ഈ ഉപകരണത്തിലുണ്ട്. ഒരു റിവ്യൂ അഭ്യർത്ഥിക്കുക എന്ന്. ഈ വാട്സപ്പാണ് ഇനി നമ്മൾ ഇമെയിൽ അയച്ചിട്ട് ശരിയാക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു റീപ്ലൈ ആണ് വരുന്നത്. ഹായ്, താങ്ക്സ് ഫോർ യുവർ മെസ്സേജ്. വി അണ്ടർസ്റ്റാൻഡ് യു ആർ കറൻ്റ്ലി അൺഎബിൾ ടു ആക്സസ് വാട്സപ്പ് ആൻഡ് ആർ വർക്കിംഗ് diligently to answer your request. We appreciate your patience and will get back to you as soon as possible. For more information, please read this article. അതിൻ്റെ ചോട്ടിൽ നമ്മൾ കൊടുത്ത അപ്പീലാണ് അവിടെ കാണാം. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഏകദേശം 24 hours വാട്സപ്പിൻ്റെ ഒരു റീപ്ലൈ കൂടി, ഇത് ക്വിക്ക് റീപ്ലൈ ആണ്, വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റീപ്ലൈയും കൂടി വരും. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഏകദേശം 24
മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റീപ്ലൈ വരും. ഹൈ, താങ്ക്സ് ഫോർ യുവർ മെസ്സേജ്. അവർ സിസ്റ്റം ഫ്ലാഗ്ഡ് യുവർ അക്കൗണ്ട് ആക്ടിവിറ്റി ആസ് വയലേഷൻ ഓഫ് അവർ ടേംസ് ഓഫ് സർവീസ് ആൻഡ് ബാൻഡ് യുവർ ഫോൺ നമ്പർ. We value you as a user and apologize for any confusion or inconvenience this may have caused. After reviewing your account activity, we have removed the ban, so you should now have access to WhatsApp. അതായത് ഇതുവരെ ഫ്ലാഗ് ഔട്ട് ചെയ്തിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാം. ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ്, വി റെക്കമെൻഡ് ടു റീരജിസ്റ്റർ യുവർ ഫോൺ നമ്പർ ഓൺ വാട്സപ്പ് ആൻഡ് എൻഷുർ യു ഹാവ് ആക്സസ്. ഒന്നുകൂടി വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മലയാളം ഇങ്ങനെ ആക്കാം. ഞങ്ങളുടെ സിസ്റ്റം നിങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തനം ഞങ്ങളുടെ സേവന നിബന്ധന ലംഘനമായി ഫ്ലാഗ് ചെയ്യുകയും നിങ്ങളുടെ ഫോൺ നമ്പർ നിരോധിക്കുകയും ചെയ്തു. ഒരു ഉപയോക്താവെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ വിലമതിക്കുന്നു. ഇത് കാരണമായേക്കാവുന്ന എന്തെങ്കിലും ആശയക്കുഴപ്പത്തിനോ അസൗകര്യത്തിനോ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവിറ്റി അവലോകനം ചെയ്ത ശേഷം ഞങ്ങൾ നിരോധനം നീക്കം ചെയ്തതിനാൽ നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കും. അടുത്ത ഘട്ടം എന്ന നിലയിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വാട്സപ്പ് നിങ്ങളുടെ ഫോൺ നമ്പർ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. വാട്സപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വാട്സപ്പ് എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് ഈ സഹായ കേന്ദ്ര ലേഖനത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ശ്രദ്ധിക്കുക, പിന്തുണക്കാത്ത ആപ്പുകൾക്കോ ഉപകരണങ്ങൾക്കോ വാട്സപ്പിൻ്റെ പതിപ്പുകൾക്കോ ജെയിൽ ബ്രോക്കൺ അല്ലെങ്കിൽ റൂട്ട് ചെയ്ത ഉപകരണങ്ങൾക്കോ ഞങ്ങൾ പിന്തുണ നൽകുന്നില്ല. അതായത് GP വാട്സപ്പ് പോലെയുള്ള വാട്സപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ. ഈ ലേഖനത്തിൽ ഞങ്ങൾ പിന്തുണക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ കൂടുതൽ അറിയാം. അനൗദ്യോഗിക ആപ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങൾ ഈ ആപ്പുകളെ എന്തുകൊണ്ട് പിന്തുണക്കുന്നില്ല എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഈ ലേഖനം റെഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ മെയിൽ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒന്നുകൂടി വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് OTP വരികയും രജിസ്റ്റർ ചെയ്യും. ബാൻ നീങ്ങി അൺബാൻ ആവുകയും നമ്മൾക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ വാട്സപ്പ് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്.